എന്ത് നല്ല ശാന്തമായ പ്രദേശം. ശാന്തത അടുത്ത കാറ്റിന് മാത്രമേ ഉള്ളൂ, അടുത്ത ആൾക്കാർക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് നമ്മുടെ സ്വന്തം നാടായ ശ്രീകൃഷ്ണപുരം. നാടിനെ കുറിച്ചറിയുന്നതിന് മുന്നേ നമ്മളെ നാട്ടുകാരെ കുറിച്ചറിയണ്ടേ? അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത്, ഒന്നും വേണ്ടാന്ന്. അപ്പം നിങ്ങളെന്നെ നന്നാവും സമ്മതിക്കില്ല, അതിൻ്റെ കാര്യം. ഇതിവിടെ വെച്ച് നിർത്തുന്നതാ നമ്മുടെ രണ്ടു കൂട്ടർക്കും നല്ലത്. അല്ലെങ്കിൽ പൊന്നു മക്കളെ ജീവനോടെ പോകില്ല ഒന്നും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് നാട്ടുകാരത്ര ശരിയല്ലാന്ന്. അപ്പം നിങ്ങൾ കേട്ടിട്ടില്ല, ഇനി അനുഭവിച്ചോ. വാ, നമുക്ക് ബാക്കിയും കൂടി നോക്കിയിട്ട് വരാം. അതിനു മുന്നേ നമുക്ക് പുള്ളിക്കാരനെ പരിചയപ്പെടണ്ടേ, ആരാ എന്താന്നൊക്കെ. കണ്ടതുമേ മിന്നൊളി പെരുതേ ഇതാണ് ശ്യാംദാസ്, കൃഷ്ണവിലാസം തറവാട്ടിലെ ഒരേ ഒരു ആൺകുട്ടി, നമ്മുടെ ഭാഷ പറഞ്ഞ പുലിക്കുട്ടി. പുള്ളി അമേരിക്കയിൽ ഡോക്ടറാണ്. അവിടുത്തെ താമസമെല്ലാം എടുത്തിട്ട് നാട്ടിലേക്ക് വന്നു. സ്വന്തമായി ഹോസ്പിറ്റലും തുടങ്ങി, എല്ലാവർക്കും ഒരു താങ്ങായി പോകുന്നു. ഇപ്പം നടന്ന പ്രശ്നം നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. അപ്പം നമുക്ക് കൃഷ്ണവിലാസം കണ്ടിട്ട് വരാം. ബാ. ഇതാണ് നമ്മുടെ ശ്യാമിൻ്റെ പാരൻസ്, ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രി. ഇരുവരും ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. സാവിത്രി ഇവളിത് എവിടെ പോയി കിടക്കുക? അതേ വരുന്ന മനുഷ്യ. എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നേ? എന്താന്ന് പറ. അല്ല, അച്ചു ഇവിടെ പോയി? രാവിലെ തൊട്ട് കണ്ടില്ല. എവിടെയെങ്കിലും പോയോ? അവൻ അമ്പലത്തിൽ പോയിരിക്കുക, ഇപ്പോൾ വരും. ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ എന്തെങ്കിലും വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ടോ എവിടെയും. എന്നാ അവൻ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടും കൂടി ദേവട്ടീൻ്റെ വീട്ടിലോട്ട് പോവാ. ഇന്ന് മാളുവിൻ്റെ പിറന്നാളല്ലേ? എൻ്റെ മുത്തപ്പ, ഞാനത് മറന്നു. ഇന്ന പെണ്ണ് എന്നെ കൊല്ലും. കൃഷ്ണേട്ടൻ നേരത്തെ പോവാ, ഒരുമിച്ച് പോയാൽ പോരെ? അവനും കൂടി വന്ന മൂന്നൊക്കെ ഒരുമിച്ച് വാങ്ങാലോ. അമ്മയും മോനും കൂടി ഒരുമിച്ച് വാങ്ങിച്ചോ. നിങ്ങൾ അടി പോരാണ്ട് ഇനി കുരുട്ടിൻ്റെ അടി കൂടി വാങ്ങണല്ലേ? അങ്ങനെ പറയല് കൃഷ്ണേട്ടാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനും വരുന്നു, എനിക്ക് ഈ ഡ്രസ്സ് മാറ്റുകയേ വേണ്ടു. നമുക്ക് അവിടെ പോയിട്ട് അച്ഛനെ വിളിക്കാം, ഓനങ്ങോട്ട് വരട്ടെ, പോരെ? ഞാൻ വേഗം വരാം, 5 മിനിറ്റ്. നിന്റെ 5 മിനിറ്റ് 10 മിനിറ്റ് ആവുമെന്ന് എനിക്കറിയാം. വരുന്നുണ്ട്, വേഗം പോന്നോണം, ഇല്ലേ ഞാൻ പോവും. അല്ലെങ്കിൽ എൻ്റെ സാവിത്രി കുട്ടി ഒറ്റക്ക് വാങ്ങേണ്ട വരും. ഇല്ല കൃഷ്ണേട്ടാ, ഇല്ല, ഞാൻ വേഗം വരും, നിക്ക്. കൃഷ്ണേട്ടാ, എൻ്റെ കയ്യിൽ പോകാം. എൻ്റെ സാവിത്രി കുട്ടി ഇപ്പൊ കുറച്ച് മുഞ്ച് കൂടി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അയ്യേ, നിന്ന് കൊഞ്ചാണ്ട് മനുഷ്യ. ഇതെല്ലാം പറഞ്ഞ് അവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണ്ടേ? ഇല്ലിക്കൽ തറവാട്.
അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവകി. ഇവർക്ക് 2 മക്കളാണ്, ഒരു പെണ്ണും ഒരാണും. ദേവു ചായ. ഇന്നാ നിങ്ങളെ ചായ കുടിക്ക്. ഇതെന്നാ കട്ടന പാലില്ലേ? നിങ്ങളോടല്ല മനുഷ്യ രാവിലെ ഞാൻ പറഞ്ഞു പാലില്ലാന്ന്. രാവിലെ ഞങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞേ? എനിക്കൊന്നും കഴിയൂല, പോവേ നിങ്ങൾ പോയി മേടിച്ചു കുടിക്കുന്നത് അല്ലേ? നിങ്ങൾ പാൽ ഒഴിച്ച് കുടിക്കട്ടോ, കട്ടൻ കുടിച്ചാൽ മതി. ഓ, ചോദിക്കണ്ടേനു. ആരോ വരുന്നുണ്ടല്ലോ. നമുക്ക് അളിയനും നാത്തോനും വരുന്നുണ്ടല്ലോ. ഓ, ആ വരവ് നോക്ക്. പോയിട്ട് നല്ല ബീച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. എന്തെല്ലാം ഉണ്ട് ദേവവിശേഷം? സുഖം നിനക്ക്? ആ നാത്തോന, എനിക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ കൊണ്ടുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ബാക്കിയെല്ലാം സുഖമായിട്ട് പോകുന്നു. വന്ന് കേറിട്ടില്ല, അപ്പൊ തന്നെ തുടങ്ങി രണ്ടും. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് അവരെ പരിചയമില്ലേ? അതായത് നമ്മളെ ബാലകൃഷ്ണന്റെ ഒരേ ഒരു പെങ്ങളാണ് ദേവകി. ഇനി നമുക്ക് അവരുടെ കഥ കാണാം. അല്ല ദേവട്ടി, എന്റെ മോളെടുത്തു. ശരിയാണല്ലോ, വന്നിട്ട് ഓളെ കണ്ടിട്ടില്ല, എവിടെ പോയി? രാവിലെ തന്നെ ഒരുങ്ങി പിടിച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ട്. എപ്പാ കയറി വരുന്നതെന്ന് പറയാനാവില്ല. നീ എന്തിനാ എന്റെ പെണ്ണിനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു? മിണ്ടാണ്ടിരുന്നോളൂ മനുഷ്യ, നിങ്ങളാണ് ആ പെണ്ണിന് ഇങ്ങനെ വഷളാക്കുന്നു. എൻ്റെ ചെക്കനുണ്ടെങ്കിൽ ഒരു കൈത്താങ്ങെങ്കിലാവുകയും. ഓ പിന്നെ, ഞാനും എന്റെ മോളും എന്തെടുത്താലും നിനക്കത് കുറ്റം. പിന്നെ നമ്മൾ എന്തിനും അടുക്കളയിലേക്ക് കയറുന്നു? നിങ്ങളെ ഞാനൊന്ന് അടുക്കളയിലേക്ക് കയറ്റാത്ത വന്നാൽ എന്തെങ്കിലും നശിപ്പിക്കാണ്ട് രണ്ടും പറഞ്ഞു പോവില്ല. ഇതുകൊണ്ടാ ഞാനും എന്റെ മോളും അങ്ങോട്ട് കയറാത്തെ. നീ കൂടുതൽ വർത്താനം പറയാണ്ട് പെണ്ണിനെ വിളിക്കാൻ നോക്ക. ഓ ആയിക്കോട്ടെ, ഞാനൊന്നിനും വരുന്നില്ലപ്പാ. ഓ, ഒന്ന് നിർത്തുക രണ്ടാളും. പെണ്ണ് വരുമ്പോ വരട്ടെ. അതന്നെ, ഓള് വരുമ്പോ വരട്ടെ. പോരാണ്ട് അച്ഛണ്ടല്ലോടാ, ഓനെ കണ്ടിട്ടുണ്ട്, ഓൻ്റെ വന്നോട്ടെ. എൻ്റെ ദേവി, എന്ന് നീ എന്നെ കാത്തോണേ. ഏതായാലും വന്നതല്ലേ, ഒരു ഫോട്ടോ എടുത്തേക്കാം. ഞാൻ പോവുക കേട്ടോ, പിന്നെ കാണാം. ഞാൻ പറഞ്ഞത് മറക്കണ്ട. മാളൂട്ടിയെ, പ്രാർത്ഥനയ്ക്ക് കുറച്ച് മയത്തിലാവാം. അല്ല, ഇതാര്? അച്ചേട്ടനോ? അല്ലടി, നിന്റെ കാലൻ. ആ, രണ്ടും കണക്കാ. എന്താണ് പക്ഷെ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ വന്നതല്ലേ. കൊച്ചോ? ഏത് കൊച്ച്? അതൊക്കെയുണ്ട്. നീ എന്തെന്ന് പതിവില്ലാതെ? ഓ ഒന്നുമില്ല, ഞാൻ ചുമ്മാ വന്നതാ.
അല്ലേ നമ്മുടെ കാര്യം ഓർത്ത് നിൽക്കാൻ ആർക്കും സമയമില്ലല്ലോ. അതും പറഞ്ഞ് നീ എങ്ങോട്ട് പോവോ? ഞാൻ പോവാം, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ പോവല്ലേ, നിക്കവിടെ. ഇത്രയും സമയം ഞാൻ നിനക്കായില്ല വെയിറ്റ് ചെയ്ത്, എന്നിട്ട് നീ എന്നെ കൂട്ടതെ പോവാ? എന്നെ അല്ലല്ലോ, വേറെ കൊച്ചിനെ കാണാനല്ലേ വന്നേ. കൊച്ചോ? ഏത് കൊച്ച്? എന്തേ അച്ചോട്ടാ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിന് ഞാൻ എന്ത് വേണം? പറയൂ മാഡം, പറ പറ പറ. ഈ കുരുക്ക് നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മൂഡ് കളി. എനിക്ക് എന്നെ വഴക്കുണ്ടാക്കാൻ പറ്റിയ മൂടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവാ. അച്ചോട്ടൻ വരുന്നുണ്ടാവാ. ഹാപ്പി ബർത്ത്ഡേ കുട്ടി പിശാശ. എന്ത് വാടി നോക്കുന്നേ ഉണ്ടക്കണ്ണി? വാ പോവാം. അച്ഛനൊക്കെ വീട്ടിലുണ്ട്. എന്നോട് നിന്നെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കോ. എങ്ങോട്ട്? ഞാനിപ്പോഴേ ഇല്ല. അച്ചോട്ടൻ പൊക്കോ, ഞാൻ പിന്നെ വരാം. പെണ്ണെ, മര്യാദയ്ക്ക് വരുന്നത് നിനക്ക് നല്ലത്. അറിയാലോ എൻ്റെ സ്വഭാവം. ഇവിടെ ആരുമില്ലേ? ഒറ്റ നിനക്ക് കാണുന്നില്ല. അവരെല്ലാം അകത്തുണ്ടാവും അച്ചോട്ടാ. നിങ്ങൾ വാ, നമുക്ക് നോക്കാം. രണ്ടും വന്നാ? ഞാൻ കരുതി ഉച്ചക്കേ എത്തുമെന്ന്. അതെല്ലാം പിന്നെ പറയാം അമ്മ. എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും എടുക്ക്. വാ, എടുത്തരാം. മാളൂട്ടിയാണ് നന്നേ. എന്താ അമ്മായി, എന്തിനാ വിളിച്ചേ? നിന്നെ കാണാൻ വിളിച്ചതാ. സാരി എടുത്തപ്പോ എൻ്റെ മോള് വലിയ കുട്ടിയായല്ലോ. സാവിത്രി അത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ മാള് ശരിക്കൊന്ന് നോക്കിയത്. പെട്ടെന്നത് ഓർത്ത പോലെ അവൻ പറഞ്ഞു. പിന്നെ ഇവക്ക് എന്ത് മാറ്റാ? രണ്ടുണ്ട കണ്ണും, ആരും വലിച്ചു കയറ്റുന്ന മൂക്കും, പിന്നെ മുയലിനെ പോലത്തെ 2 പല്ലും ഉണ്ടെങ്കിൽ ആരും വീഴുന്ന. കുഴപ്പമില്ല, ഞാനല്ലേ, ഞാൻ സഹിച്ചോളാം. അമ്മായി, ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അച്ഛൻ, ഞാൻ കുറച്ച് കൂടുന്നുണ്ട്. മാളുവിന് നല്ല സങ്കടമായി തോന്നുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞല്ലമ്മ, അതൊക്കെ അറിയാലോ. എന്തും പറയുന്ന പോലെയാടാ ഇന്ന്. ചെല്ല്, പോയി മാളുവിനെ വിളിച്ചിട്ട് വാ. അതെല്ലാം ഞാൻ സോൾവ് ആക്കിക്കോളാം. അമ്മ പോയി എനിക്ക് എന്തെങ്കിലും എടുത്ത് വെക്ക്. അതും പറഞ്ഞ് അവരിരുവരും അവിടുന്ന് പോയി. അച്ഛൻ നേരെ ചെന്നത് മാളുവിൻ്റെ അടുത്തായിരുന്നു. മാളൂട്ടിയെ, ഇനി എന്താ? എന്തുവാ പെണ്ണെ, ഏട്ടനോട് ദേഷ്യമാ? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. ദേഷ്യമില്ലാതെയാണോ നിന്റെ മുഖം എങ്ങനെ വെച്ചിരിക്കുന്നത്? ദേഷ്യമില്ലെങ്കിൽ എൻ്റെ മാളൂട്ടി ഒന്ന് ചിരിച്ച്. ഇത്ര മതിയാ? എൻ്റെ മാളു ഇത് വല്ലാണ്ട് കൂടിപ്പോയി. ഇനി ഒരു അക്ഷരം കൊണ്ട് പറഞ്ഞ് ഏട്ടനാന്ന് ഞാൻ നോക്കില്ല, അടുത്ത് കിണറ്റിലറി. ഞാൻ പോവാ, എനിക്ക് വിശക്കുന്നുണ്ട്. അങ്ങനെ പോവല്ലേ, ഞാൻ പറയട്ടെ. എന്താ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയേ? നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ പിന്നെ അമ്മ എടുത്തുണ്ടായതുകൊണ്ടൊന്നും പറയാഞ്ഞ്. ഞാൻ പോവാണ്, ഞാൻ പിന്നെ വരാം. അവള് പോയതെന്ന് നോക്കി അവനൊരു ചെറുപ്പുഞ്ചിരിയോടെ